ഡിയേഴ്സ്, ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഫോർ എവറി വൺ ഹൂ എവർ ലൈക്സ് ഇറ്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്പോക്കൺ ഇംഗ്ലീഷ് അല്ലെങ്കിൽ നിങ്ങളുടെ ലാംഗ്വേജ് ലെവൽ കറക്റ്റ് ആക്കാൻ ഒരു അഡ്വർടൈസ്മെൻ്റ് അല്ല കേട്ടോ ഇത്, അല്ലെങ്കിൽ എനിക്ക് ലൈക്കും സബ്സ്ക്രിപ്ഷനും കിട്ടാൻ വേണ്ടിയിട്ടില്ല. ഞാൻ എൻകൗണ്ടർ ചെയ്യുന്നൊരു വിഷയമാണിത്. കാരണം ധാരാളം കുട്ടികൾക്ക്, ധാരാളം ടീച്ചേഴ്സിനും ആവട്ടെ, കാരണം ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യാൻ പോകുമ്പോഴും ഞങ്ങൾ ശ്രദ്ധിക്കാറുള്ളൊരു സംഗതിയാണ്. പല ടീച്ചേഴ്സും പറയുന്നൊരു കാര്യമാണ്, ഇംഗ്ലീഷൊക്കെ അറിയാം, ഞാൻ എംഫിൽ എടുത്തിട്ടുണ്ട് ഇംഗ്ലീഷിൽ, അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് എടുത്തിട്ടുണ്ട് ഇംഗ്ലീഷിൽ, ഞാൻ ഇംഗ്ലീഷിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്, എൻ്റെ ഗ്രാമർ സൂപ്പറാണ്, ബട്ട് ഐ ഡോണ്ട് നോ ഹൗ ടു സ്പീക്ക്, എനിക്ക് സംസാരിക്കാൻ അറിയില്ല, എനിക്ക് തെറ്റോ എന്നുള്ളൊരു ഡൗട്ടാണ്. ആ തെറ്റോ എന്നുള്ള ഡൗട്ട് നമുക്ക് മാറ്റിയെടുക്കണ്ടേ? കുട്ടികളെല്ലാവരും, നിങ്ങൾ പഠിപ്പിക്കുന്ന ഓരോ കുട്ടികൾ, ഫോർ എക്സാമ്പിൾ എനിക്ക് പറയാം, എൻ്റെ മോൻ പഠിക്കുന്ന സ്കൂള്, അവിടെ ടീച്ചർ പുള്ളഡ് അപ്പോൾ അവനത് കറക്റ്റായിട്ട് ഫോണറ്റിക്സ് ഞാൻ ചെറുപ്പത്തിലേ പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അവനക്ക്. അത് വെച്ചിട്ട് അവൻ പറയാറുണ്ട്. അപ്പോൾ ക്ലാസ്സിൽ പോയിട്ട് അവൻ ടീച്ചറിനോട് പുൾഡ്, പീപ്ഡ്, റബ്ഡ് എന്നൊക്കെ പറയുമ്പോൾ ടീച്ചർ പുള്ളഡ്, റബ്ബഡ്, അങ്ങനെ ഓരോരോ കാര്യങ്ങളാണ് പറയാറുള്ളത്. അപ്പോൾ അത് കറക്റ്റല്ല എന്ന് കുട്ടികൾക്ക് ടീച്ചറിനോട് പറയാൻ പറ്റില്ല. എനിക്കറിയാം അത് കറക്റ്റല്ല, കാരണം അവൻ വീട്ടിൽ വന്നിട്ട് പറയും, ഉമ്മച്ചി ഇങ്ങനെ പറഞ്ഞു തരും, ടീച്ചർ അങ്ങനെ പറഞ്ഞു, ഏതാണ് ഇപ്പോൾ കറക്റ്റ്? അപ്പോൾ എനിക്ക് അവനോട് പറയാൻ പാടില്ല അവരുടെ ടീച്ചർ റോങ് ആണെന്ന്. പകരം അവരുടെ ടീച്ചറിനെ എനിക്ക് വിളിക്ക് പറയാനും പറ്റില്ല, ടീച്ചർ ഇങ്ങനെയല്ലല്ലോ ഇങ്ങനെയാണെന്ന്. കാരണം ടീച്ചർ പഠിച്ചത് അങ്ങനെയാണ്, ടീച്ചറിന് മാർക്ക് കിട്ടിയത് അങ്ങനെ എഴുതിയിട്ടാണ്, പറഞ്ഞതെന്നല്ല. ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങൾ വ്യത്യാസമായിട്ട് ഓറൽ എന്ന് പറഞ്ഞൊരു സംഗതി നിർബന്ധമാണ്. ഓറൽ മാർക്സ് മോർ ദാൻ റിട്ടൺ. കാരണം കുട്ടികൾ എഴുതാനും വായിക്കാനും ഒക്കെ വളരെ പെർഫെക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ സംസാരിക്കാൻ അവർക്കറിയില്ല. At Learning Minds, we focus on oral communication, spoken communication in English. മലയാളം പഠിപ്പിക്കുമ്പോൾ in മലയാളം, ഇംഗ്ലീഷ് പഠിപ്പിക്കുമ്പോൾ in English, and I'm proud to say that we have started Hindi, that will be in Hindi. ഓരോ ഭാഷയിൽ ആ ഭാഷ പഠിപ്പിക്കുമ്പോഴാണ് ആ ഭാഷയുടെ പൂർണ്ണ എന്താ പറയുക, അതിൻ്റെ സൗന്ദര്യം പുറത്തേക്ക് ഇറങ്ങുന്നത്. ഭാഷയ്ക്കൊരു സൗന്ദര്യമുണ്ട്. ആ സൗന്ദര്യം നമ്മൾ അതുപോലെ എൻജോയ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് ഇൻ ദാറ്റ് ലാംഗ്വേജ്. അത് കാരണമാണ് ധാരാളം ആൾക്കാർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. ബട്ട് വാട്ട് ഈസ് ദ പ്രോബ്ലം? അവർക്ക് സംസാരിക്കാൻ അറിയില്ല എന്ന് അവർക്ക് ഫീൽ ആവണം. എൻ്റെ കുട്ടികളിൽ, ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനറാണ്, എൻ്റെ കുട്ടികളെ ഞാൻ പഠിപ്പിക്കുമ്പോൾ ഞാൻ പറയാറുള്ളത്, ഞാൻ അവരെ കൊണ്ട് തന്ന വേർഡ്സ്, വൊക്കാബുലറി കറക്റ്റായിട്ട് അവർക്ക് അറിയുന്ന വൊക്കാബുലറീസ് കൊണ്ടുവന്ന് അവരോട് ഞാൻ ചോദിക്കും, ഇനി നിങ്ങൾ സെൻറ്റൻസ് ഫ്രെയിം ചെയ്യ്. അങ്ങനെ അവർ ഓരോ കാര്യങ്ങൾ ഫ്രെയിം ചെയ്യാറുണ്ട്, ആൻഡ് ദേ ഡു ഇറ്റ്. അപ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് ലെവൽ വരും. എനിക്കിതറിയാലോ, എനിക്ക് സംസാരിക്കാൻ അറിയാലോ, ശരി, 1-2 വാക്ക് മാത്രമല്ല എനിക്കറിയാത്തത്, സോ ഐ നോ മോർ. തിങ്ക് ലൈക്ക് ദാറ്റ്. ഡിയേഴ്സ്, ഇതൊരു പരസ്യമല്ല, എനിക്ക് സബ്സ്ക്രിപ്ഷനോ ലൈക്കിനോ വേണ്ടിയല്ല. ഐ ബിലീവ് ദാറ്റ് ഇറ്റ് ഇസ് മൈ ഡ്യൂട്ടി ടു ഇമ്പാർട്ട് മൈ നോളേജ്. എനിക്ക് അറിയുന്ന കാര്യങ്ങൾ എൻ്റെ മക്കളെ അറിയിക്കുന്ന പോലെ വേറെ എല്ലാ മക്കളെയും, അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും അറിയിക്കൽ ഒരു നിർബന്ധമായൊരു സംഗതിയാണ്. അത് പ്രത്യേകിച്ച് നമ്മുടെ സോഷ്യൽ മീഡിയ വഴിയാവുമ്പോൾ ഇറ്റ് ഈസ് ഗുഡ്. സോ യൂസ് ദിസ്. താങ്ക് യു.